നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. മൂവാറ്റുപുഴ എക്സൈസാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ പിടിയിലായത് പേടിക്കാപ്പള്ളിയിൽ നിന്ന്. കൂത്താട്ടുകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 2 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 7:30 കൂത്താട്ടുകുളം അമ്പലംകുന്നിലാണ് അപകടമുണ്ടായത്. വിദ്യുത് ശക്തി നിലച്ചാൽ മിന്നാമിനിങ് വെട്ടം മാത്രം. ഇരുട്ടിൽ തപ്പി മൂവാറ്റുപുഴ KSRTC സ്റ്റേഷൻ. യാത്രക്കാർ ദുരിതത്തിൽ. വേനൽ കനത്തു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കരുണയുടെ തണുപ്പായി ഷാജിയും സഞ്ചരിക്കുന്ന തണ്ണീർ പന്തലും. നിത്യേന 25 ലിറ്ററോളം സംഭാരമാണ് ഷാജി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. വേനൽ ചൂട് വിലനായി. മൂവാറ്റുപുഴയിൽ കന്നുകാലികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു. തിരുമാറാടിയിൽ സങ്കരയിനത്തിൽപ്പെട്ട പശു തൊഴുത്തിൽ കൊഴിഞ്ഞു വീണ് ചത്തു. മൃഗ ഡോക്ടർമാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. പേടിക്കാപ്പള്ളിയിൽ നിന്ന് കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാനക്കാർ എക്സൈസ് പിടിയിൽ. എക്സൈസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയും ചെയ്തു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പ്രതിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പേടിക്കാപ്പള്ളിയിൽ നിന്നും കഞ്ചാവും ഹെറോയിനുമായി 3 ഇതര സംസ്ഥാനക്കാർ എക്സൈസ് പിടിയിൽ. പായിപ്പടക്കവലയിൽ നിന്ന് 1.5 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശി ബിധാൻ ദാസ്. മറ്റൊരു കേസിൽ പായിപ്പടക്കവലയിൽ നിന്ന് തന്നെ 1.3 ഗ്രാം ഹെറോയിനുമായി ആസാം സ്വദേശികളായ ഖജലുദ്ദീൻ, ഇജാദുൽ ഹക്ക് എന്നിവരുമാണ് അറസ്റ്റിലായത്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ 11 നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. പിടിയിലായവരിൽ ബിധാൻ ദാസ് ബോംബെയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ ജാമ്യത്തിലിറങ്ങി പായിപ്പട ജംഗ്ഷനിൽ ഇയാളുടെ സഹോദരനൊപ്പം താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരികയായിരുന്നു. എക്സൈസ് സംഘം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബിധാൻ ദാസ് ഓടി രക്ഷപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ബിധാൻ ദാസ് കിണറ്റിൽ വീഴുകയും ചെയ്തു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് പ്രതിയെ കിണറ്റിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തതെന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി പായിപ്പറ കവല ഭാഗത്ത് നടത്തിയിട്ടുള്ള പെട്രോളിങ്ങിനിടയിൽ ബീഹാർ സ്വദേശിയായിട്ടുള്ള ബിധാൻ ദാസ് എന്ന ആളെ 1.25 കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ പായിപ്പറ കവല ഭാഗത്ത് പുതുതായിട്ട് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾ അടുത്ത സമയത്ത് ബോംബെയിലെ ഇസാൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മേജർ കഞ്ചാവ് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇയാളുടെ സഹോദരനായിട്ടുള്ള ആളിൻ്റെ കൂടെ താമസിക്കാൻ പായിപ്പറ കവല ഭാഗത്തേക്ക് വരികയും അവിടെ കച്ചവടത്തിൽ നിന്നുള്ള രീതിയിൽ വന്ന് താമസിച്ചിട്ട് ആ ഭാഗത്ത് കഞ്ചാവ് കച്ചവടം ചെയ്ത് വരികയായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളെ കേസ് കണ്ടെടുക്കുന്ന സമയത്ത് ഇയാൾ ഓടുകയും അവിടെ പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി പ്രതിയെ അവിടെ നിന്ന് രക്ഷിച്ചു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തുടങ്ങുകയാണ്. മറ്റൊരു കേസിൽ പായിപ്പറ കവല ഭാഗത്തു നിന്ന് തന്നെ 1.3 ഗ്രാംസ് ഹെറോയിനുമായിട്ട് ഖജലുദ്ദീൻ കൂടാതെ ഇജാദുൽ ഹക്ക് എന്നീ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമം നടന്നു വരികയാണ്. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടി ഈ മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളുമായി വളരെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയും കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഹെറോയിനുമായി അറസ്റ്റിലായ ഇജാദുൽ ഹക്കിനെ മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് മൂവാറ്റുപുഴ എക്സൈസ് സംഘം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പ്രിവന്റീവ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ മാഹിൻ, ഷബീർ, ഉമ്മർ, വികാന്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കൂത്താട്ടുകുളത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കോട്ടയം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിന് എതിർവശത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. MC റോഡിൽ കൂത്താട്ടുകുളത്ത് അമ്പലംകുന്നിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കാർ ഡ്രൈവറായ കോതമംഗലം മറ്റത്തിൽ മാഹിൻലാൽ, ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന കരിമ്പന നെടുംകാട്ടിൽ ഏലിയാമ്മ ബെന്നി എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7:30 കോട്ടയം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിനെതിർവശമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരുന്നിരുന്ന ഏലിയാമ്മ പുറത്തേക്ക് തെറിച്ചു വീണു. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ കാടിനുള്ളിൽ പരിക്കേറ്റ നിലയിലുണ്ടായിരുന്ന ഡ്രൈവറെയും തെറിച്ചു വീണ ഏലിയാമ്മയെയും കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇടിയുടെ ആഘാതത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കാടിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്നു.
അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിദ്യുച്ഛക്തി നിലച്ചാൽ മിന്നാമിനിങ് വെട്ടം മാത്രം. ഇരുട്ടിൽ തപ്പി മൂവാറ്റുപുഴ KSRTC സ്റ്റേഷൻ. വികസനത്തിന്റെ വെളിച്ചം എങ്ങും എത്തുമ്പോഴും മൂവാറ്റുപുഴ KSRTC സ്റ്റേഷൻ മാത്രം കൂരിരുട്ടിൽ തപ്പുകയാണ്. കഴിഞ്ഞ ദിവസം വിദ്യുച്ഛക്തി നിലച്ചതോടെ സ്റ്റേഷൻ പരിസരം അക്ഷരാർത്ഥത്തിൽ അന്ധകാരത്തിലായി. ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാരും സ്ത്രീകളും കുട്ടികളും ഒരുപോലെ ഭയത്തോടെയാണ് രാത്രികാലങ്ങളിൽ ഇവിടെ ചെലവഴിക്കുന്നത്. സ്റ്റേഷൻ മുഴുവൻ ഇരുട്ട് വിഴുങ്ങിയപ്പോൾ ആകെ ഒരു ആശ്വാസമായിരുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ലഘുപാനീയശാല മാത്രമായിരുന്നു. ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലെ ആ കടയിൽ നിന്നുള്ള ചെറിയ പ്രകാശം മാത്രമാണ് സ്റ്റാൻഡിലെ ഏക അടയാളമായി അവശേഷിച്ചത്. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനോ വിശ്രമ സ്ഥലങ്ങളിൽ ഒന്നിരിക്കാനോ പോലും കഴിയാതെ യാത്രക്കാർ വലയുകയായിരുന്നു. ഇരുട്ട് വീണാൽ സ്റ്റേഷനിലെ വിശ്രമ സ്ഥലങ്ങൾ തെരുവ് നായ്ക്കൾ കൈക്കലാക്കും. വെളിച്ചമില്ലാത്തതിനാൽ നായ്ക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്തത് യാത്രക്കാരിൽ വലിയ ഭീതിയാണ് ജനിപ്പിക്കുന്നത്. രാത്രിയിൽ ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന യാത്രക്കാരാണ് ഈ ദുരവസ്ഥയിൽ ഏറെ ബുദ്ധിമുട്ടുന്നത്. വിദ്യുച്ഛക്തി നിലച്ചാലും അത്യാവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സംവിധാനം അടിയന്തരമായി സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. MCS Hospital, we take care of your health. വേനൽ കനത്തതോടെ കരുണയുടെ തണുപ്പായി ഷാജിയും സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലും. നിത്യേന 25 ലിറ്ററോളം സംഭാരമാണ് ഷാജി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. കനത്ത വേനലിൽ നഗരത്തിലൂടെ ദാഹിച്ചു വരഞ്ഞു നീങ്ങുന്നവർക്ക് ഇപ്പോൾ ഷാജി ഒരു തണൽ മരമാണ്. സ്വന്തം വരുമാന മാർഗമായ ഓട്ടോറിക്ഷയെ ഒരു സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലാക്കി മാറ്റി നാടിന് മാതൃകയാവുകയാണ് പൊതുപ്രവർത്തകൻ കൂടിയായ MJ ഷാജി. തൈരും തണുത്ത വെള്ളവും ചേർത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ പാകത്തിന് ചേർത്തൊരുക്കിയ നാടൻ സംഭാരം വഴിയാത്രക്കാർക്കും ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കുന്നവർക്കും വലിയ ആശ്വാസമാകുന്നു. നിത്യേന 25 ലിറ്ററോളം സംഭാരമാണ് ഷാജി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 200ഓളം യാത്രക്കാർക്കാണ് സംഭാരം നൽകുവാൻ കഴിഞ്ഞത്. ആശുപത്രി പരിസരത്ത് കത്തുന്ന വെയിലിൽ ഒരു രോഗി തലകറങ്ങി വീഴുന്നത് നേരിൽ കണ്ടതാണ് ഷാജിയെ ഈ കാരുണ്യ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. വെയിലിൽ വാടുന്ന ഒരാൾക്കെങ്കിലും താങ്ങാവണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തൽ എന്ന ആശയം ജനിച്ചതെന്ന് ഷാജി പറഞ്ഞു. ഇത് കടുത്ത വേനൽ ചൂടാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നത്. ഇന്ന് തന്നെ ഏതാണ്ട് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2 ദിവസമായി ഞാൻ ഈ നഗരത്തിൽ എത്തുന്ന യാത്രക്കാർ, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ എല്ലാം ചൂടിൽ വെന്തുരുകുകയാണ്. അപ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം എൻ്റെ എന്ന നിലയിൽ ഞാൻ സൗജന്യമായിട്ട് ഒരു തണ്ണീർപ്പന്തൽ ഒരുക്കി. സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലാണിത്. ഈ നഗരത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് പാസ് ചെയ്യും. ആവശ്യക്കാർക്ക് എൻ്റെ ഒരു ചെറിയ സൗജന്യ സംഭാര വിതരണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അനേകം ആൾക്കാർ വന്ന് ഇത് കുടിക്കുകയും അവർക്ക് വലിയൊരു ആശ്വാസമെന്നാണ് അവർ പറയണത്. കാരണം എന്നാന്ന് വെച്ചാൽ വെന്തൊഴുകുകയാണ്. രാവിലത്തെ ചൂട് തന്നെ വേർത്ത് ഒഴുകുകയാണ്. അത് എൻ്റെ ഉപജീവനമാർഗ്ഗമാണ്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ആ വരുമാനത്തിൽ നിന്ന് ഒരു വീതം മാറ്റി വെച്ചാണ് ഞാൻ ഈ സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ഓട്ടോ സവാരിക്കിടയിലും ഷാജിയുടെ മുൻഗണന ദാഹിക്കുന്നവർക്കാണ്. ഓട്ടം ചെന്നു നിൽക്കുന്ന ഇടങ്ങളിലും സ്റ്റാൻഡുകളിലും അദ്ദേഹം ഈ പുണ്യപ്രവൃത്തി തുടരുന്നു. പലരും പണം നൽകാൻ തയ്യാറാകുമെങ്കിലും പുഞ്ചിരിയോടെ അത് നിരസിക്കുന്ന ഷാജി സേവനത്തിന് പ്രതിഫലം വേണ്ടെന്ന നിലപാടിലാണ്. ആരിൽ നിന്ന് യാതൊരുവിധ പൈസയോ അതുപോലെ തന്നെ യാതൊന്നും മേടിക്കുന്നതല്ല. ഇനി ആരെങ്കിലും തന്നാൽ അത് സ്നേഹത്തോടെ ഞാൻ നിരസിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ രീതി. ഞാൻ 1 രൂപ പോലും സംഭാവന മേടിച്ചല്ല അത് ചെയ്യുന്നത്. ഇത് ഈ വേനൽ ശമിക്കുന്നവരെ ഇത് തുടരണമെന്നാണ് ആഗ്രഹം. അതിനുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് എല്ലാം അരച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കൂട്ടുകളൊക്കെ ചേർത്ത് തൈര് മേടിച്ച് ഉടച്ച് ശുദ്ധമായ ജലത്തിലാണ് ഉണ്ടാക്കണേ. വൈകിട്ട് വെയിലാടുന്നത് വരെ നീളുന്ന ഷാജിയുടെ ഈ സേവനം വേനൽ ചൂട് കുറയുന്നത് വരെ തുടരാനാണ് തീരുമാനം. ലാഭേച്ഛയില്ലാതെ ഷാജി നടത്തുന്ന ഈ സ്നേഹസ്പർശത്തിന് നഗരവാസികളിൽ നിന്നും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഷാജി നടത്തിയ ഒറ്റാൾ പോരാട്ടങ്ങൾ മുൻപും ശ്രദ്ധേയമായിട്ടുണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ചൂട് കൂടിയതോടെ പശുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളേറി.
പശുക്കൾ പെട്ടെന്ന് കുഴിഞ്ഞു വീണ് ചാവുന്ന സംഭവങ്ങൾ മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തിരുമാറാടയിൽ സംഘനത്തിൽപ്പെട്ട പശു തൊഴുത്തിൽ കുഴിഞ്ഞു വീണ് ചത്തു. മൃഗ ഡോക്ടർമാരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിൽ ബാക്ടീരിയ ഉള്ളതായി കാണിക്കുന്നില്ല. ചൂട് കൂടിയതാണ് മരണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പെരുമ്പല്ലൂർ പയ്യനവിലാട്ട് PG മധുസൂദനൻ നായർ 81 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടത്തപ്പെടും. ഭാര്യ കോമളവല്ലി പെരുമ്പല്ലൂർ ഇടമലയിൽ കുടുംബാംഗമാണ്. മക്കൾ പ്രീത അശോക്, സ്മിത സോമൻ, ഗോപകുമാർ M. മരുമക്കൾ അശോക് കുമാർ, സോമൻ, ശ്രീദേവി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.